വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനീന. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ പ്രണയത്തിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അന്ന് ഞാനൊരു മെയിലായിരുന്നു, ഫുൾ ബോയ് ആണ്. എനിക്ക് അന്ന് 20 വയസ്സാണ് ഉള്ളത്. മീശയും താടിയൊക്കെ ഉണ്ട്, അതായത് കൂടുതലല്ല കുറവുമല്ല, ആവശ്യത്തിനുള്ള മീശയും താടിയും. ഒരു ചെറിയൊരു ചെറുക്കൻ, 20 വയസ്സുള്ള ഒരു പ്രായമുള്ളൊരു സമയമാണ്. അപ്പൊ ഞാൻ പഠിക്കുകയാണ്. ആ സമയത്ത് ഫാഷൻ ഡിസൈനിങ് ആണ് പഠിക്കുന്നത്. പാലാരിവട്ടം എറണാകുളത്താണ് പഠിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഫ്ലവർ പവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്. അപ്പൊ ഇപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഞാൻ ഒരു ദിവസം, അതായത് പഠിക്കുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ വീട്ടിലേക്ക് വരും. എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ അധികം മാറി നിൽക്കാത്ത ഒരാളാണ്, എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ സാഹചര്യം കൊണ്ടാണ് പഠിക്കാൻ പോകുമ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയാണ്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ വീട്ടിൽ പോകും. അങ്ങനെ ഒരു ദിവസം ഏട്ടൻ പറഞ്ഞു, ഏട്ടൻ്റെ അവിടെ വന്ന് നിന്നിട്ട് പോകും എന്ന് പറഞ്ഞു. അപ്പൊ അവൻ കോട്ടയത്താണ് വർക്ക് ചെയ്യണത്. അങ്ങനെ ഞാൻ ഒരു ദിവസം അവൻ്റെ അവിടെ പോയി. അപ്പോൾ എനിക്ക് അതുവരെ മൊബൈൽ യൂസ് ചെയ്യാൻ അറിയില്ല, അതായത് നോർമൽ നോക്കിയ മൊബൈൽ മാത്രമേ ഉള്ളൂ, വാട്സപ്പ് ഒന്നും യൂസ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ ടച്ച് ഫോൺ എൻ്റെ ഇല്ല. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ടച്ച് ഫോൺ ആവശ്യമാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞത് കോളേജിൽ വരുമ്പോൾ എന്തായാലും ഫോൺ കൊണ്ടുവരുന്നതാണ്. പൊതുവെ കൊണ്ടുവരരുത് എന്നാണ് പറയാറ്. ഇവിടെ നമ്മൾ ഡിസൈൻസ് ഒക്കെ നോക്കണമെങ്കിൽ ഫോൺ അത്യാവശ്യമാണ്, നെറ്റ് വേണം. അപ്പോൾ അതൊരെനിക്കൊരു കൗതുകമായിരുന്നു. കാരണം അതുവരെയുള്ള ക്ലാസ്സുകളിൽ ഫോൺ കൊണ്ടേ വരരുതെന്ന് പറയുന്ന ഒരു വ്യക്തികൾ കൊണ്ടുവരണം. കാരണം നമുക്കത് ആവശ്യമാണ്. നമുക്ക് ഡിസൈൻസ് ഒക്കെ നോക്കണമെങ്കിലും റിസർച്ച് ചെയ്യണമെങ്കിലൊക്കെ നെറ്റും ഫോണും ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏട്ടന് ഫോണൊക്കെ ഉണ്ട്, ഫോണൊക്കെ യൂസ് ചെയ്യാൻ അറിയാം. അപ്പൊ അവൻ്റെ 2 മൊബൈൽ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു മൊബൈൽ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് ഏട്ടൻ്റെ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് ഫോൺ വാങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു സംഭവം. ഞാൻ എപ്പോഴും വരുന്നത് തൃശ്ശൂർ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ചിറ്റൂര് ബസ്സിലേക്ക് കയറുകയാണ് ചെയ്യാറ്. ഞാൻ ഡയറക്റ്റ് പാലക്കാട് വരാറില്ല. അപ്പൊ കോട്ടയത്തു നിന്നാണ് ഞാൻ തൃശ്ശൂരേക്ക് വന്നത്. സാധാരണ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് വരും. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി ആ സമയത്ത്. അപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിറ്റൂര് ബസ്സിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ പലതിനെയും കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പഠിക്കുന്ന സമയത്താണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഡിസൈൻസിനെ കുറിച്ചോ എന്തെങ്കിലും പ്രോജക്റ്റ്, അന്ന് ക്ലാസ്സിൽ എന്താണോ എടുത്തത് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിലായിരുന്നു, തൃശ്ശൂര് ബസ് സ്റ്റോപ്പില് കുറെ പേരുണ്ട്, വെയിറ്റിംഗ് ചെയ്യാനായിട്ട് കുറെ പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. എന്റെ ബസ് 7 മണി അങ്ങനെ എന്താണ് നമ്മളെ എൻക്വയറിയിൽ പറഞ്ഞത്. ആ സമയത്ത് ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ഇരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ അദ്ദേഹം എന്നോട് സംസാരിക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കൂടെ ഒരാളെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഞാൻ തിരിച്ചു നോക്കിയ സമയത്ത് നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ തന്നെ ആയിരുന്നു. അപ്പോ അവരെ നോക്കുന്ന സമയത്ത് ഭംഗിയുള്ളൊരു ചെറുക്കൻ, നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ ആ സമയത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഫുൾ ബോയ് ലുക്കാണല്ലോ, ആൺകുട്ടിയാണ്. എന്നാലും നമ്മളുടെ ഉള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ വരാൻ തുടങ്ങി. നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതേപോലെ അയാൾക്കും താല്പര്യം ഉള്ളത് കൊണ്ടാണ് എന്നോട് വന്ന് സംസാരിക്കാനായിട്ടുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആൾ എൻ്റെ അടുത്ത് സംസാരിച്ചു, എന്താ പേര്, എവിടെയാ വീട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ എൻ്റെ പേര് മണിക്കുട്ടൻ എന്നാണ്, വീട് പാലക്കാടാണ്. അപ്പൊ തിരിച്ചും ചോദിച്ചു, അയാളെ പേരും പറഞ്ഞു, അയാളുടെ സ്ഥലവും പാലക്കാടാണ്. അപ്പോൾ അയാൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയി. പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാന്നുള്ള രീതിയിൽ സംസാരിക്കാമല്ലോ. എന്താ പഠിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണെന്ന് പറഞ്ഞു. ആളുടെ അടുത്ത് തിരിച്ചു ചോദിച്ചപ്പോൾ ആളും അതുപോലെ പഠിക്കുകയെന്ന് പറഞ്ഞു. എന്തോ ഒരു IT ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ കണ്ടിട്ട് എനിക്ക് കുറച്ച് പ്രായം തോന്നി. അപ്പൊ ഞാൻ കരുതിയത് ചിലപ്പോൾ നമുക്ക് തോന്നുന്നതായിരിക്കാം. ഏജും അതുപോലെ 28 വയസ്സെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ കരുതി പ്രായം തോന്നിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, കാരണം തലയിൽ ഇവിടെ കഷണ്ടി ആയിരുന്നു. അപ്പൊ അത് ഞാൻ കാര്യമാക്കിയില്ല. പിന്നെ സംസാരിച്ചു, കൂടുതലായിട്ട് സംസാരിച്ചു. അപ്പൊ എന്തായാലും പാലക്കാടല്ലേ പോകുന്നത്, അപ്പൊ അതുവഴിയാണ്. അയാളുടെ വീട് നെന്മാറയാണ്, എൻ്റെ വീട് ചിറ്റൂരാണ്. അപ്പൊ അതുവഴി തന്നെയാണ് ബസ് പോവാറ്. KSRTC ബസ്സാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് പോവാന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു, കുറെ സംസാരിച്ചു. നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട്
സംസാരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു. അങ്ങനെ കുറെ സംസാരിച്ചു. പിന്നെ അദ്ദേഹം ആലത്തൂര അവിടെ എവിടെയാണ് ഇറങ്ങി, വടക്കഞ്ചേരി അന്ന് ബൈക്ക് വെച്ചിട്ടുണ്ട്, അവിടെ ഇറങ്ങിയിട്ട് പോവാന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് നമ്പർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്പർ ചോദിക്കുന്ന സമയത്ത് എനിക്ക് അന്നതാണ് മൊബൈൽ കിട്ടിയത്. എനിക്ക് ഓൾറെഡി മൊബൈൽ നമ്പർ ഉണ്ട്, നോക്കിയ മൊബൈലാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഈ മൊബൈലിലാണ് ഇട്ടിരിക്കണം, അതുകൊണ്ട് എനിക്കൊരു പേടി കൊടുക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് എൻ്റെ ഏട്ടൻ്റെ ഫോണാണ്, ഇത് തരാൻ പറ്റില്ല, എൻ്റെ ഫോൺ വീട്ടിലാണ്, ഞാൻ വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ എൻ്റെ നമ്പർ തരാം, നിങ്ങളുടെ നമ്പർ എനിക്ക് തരൂ, ഞാൻ അതൊന്ന് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് പേടിച്ചിട്ടാണ്, നമ്മൾ നമ്പർ കൊടുത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നുള്ളൊരു പേടി കാരണമാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് അട്രാക്ഷൻ തോന്നുന്നത് ഞാനൊരു ഫെമിനിൻ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. പെൺപിള്ളേരെ പോലെ സ്വഭാവമുള്ളവർക്ക് പുരുഷനോട് താല്പര്യം തോന്നുന്നുള്ള കാര്യം ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം നടക്കുന്ന സമയത്ത് ഞാൻ അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വാച്ച് ചെയ്തു. അപ്പോ ആൺപിള്ളേരെ പോലെ തന്നെയാണ്. പിന്നെ കാലിനൊരു വികലാംഗ രീതിയിലുള്ളൊരു നോർമൽ ആൾക്കാർ നടക്കുന്ന രീതിയിലല്ല, ചെറിയൊരു വ്യത്യാസം, കാലിനൊരു ബെൻഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ കരുതിയത് എന്നെ പോലെ തന്നെ ആയിരിക്കും എന്ന് കരുതി, ഒരു ഫെമിനിൻ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും. കാരണം എന്നോട് താല്പര്യം കാണിച്ചപ്പോൾ ഞാൻ അങ്ങനെ കരുതി. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല, എനിക്കൊരു കൺഫ്യൂഷനിലായിരുന്നു, ഇത് എന്താ സംഭവം എന്ന് അറിയില്ല. പിന്നെ ഞാൻ വീട്ടിൽ പോയി കുറെ ആലോചിച്ചു, ആൾക്ക് മെസ്സേജ് അയക്കണോ വേണ്ടോ, മെസ്സേജ് അയക്കണോ വേണ്ടോ എന്നുള്ള കുറേ നേരം ആലോചിച്ചു. പക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഒരു ഇഷ്ടമുണ്ട്. ഞാൻ പിന്നെ വീട്ടിൽ വന്ന്, എനിക്ക് വാട്സപ്പ് ഒന്നും വന്നില്ല, എൻ്റെ ഫ്രണ്ട്സാണ് ഇൻസ്റ്റാൾ ചെയ്ത് തന്നത്, എനിക്ക് യൂസ് ചെയ്യാനൊന്നും അറിയില്ല. അങ്ങനെ ആദ്യം ഞാൻ മെസ്സേജ് അയച്ചത് അയാൾക്കാണ്, ഒരു ഹായ് എന്ന് കണ്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ അപ്പം തന്നെ റീപ്ലൈ വന്നു. പിന്നെ കോൾ ചെയ്തു, സംസാരിച്ചു, ഇന്നലെ കണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞു, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞപ്പോൾ ഓക്കെ സേവ് ചെയ്ത് വെച്ചു. പിന്നെ അദ്ദേഹം കോള് വിളിക്കും, ഫുൾ ടൈം മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡെയിലി ഗുഡ് മോർണിംഗ് വരും. അപ്പൊ നമുക്കൊരു സന്തോഷമാണ്, കാരണം നമ്മള് സ്നേഹിക്കാൻ ഒരാളെന്നുള്ള രീതിയിലായി. കാരണം പൊതുവെ ഇപ്പൊ എനിക്ക് പുരുഷന്മാരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് വീണു പോകും. ഞാനല്ല പൊതുവെ ട്രാൻസ്, കാരണം അച്ഛനിൽ നിന്ന് നമുക്ക് അധികം സ്നേഹം കിട്ടാത്തതുകൊണ്ട് ഏതൊരു പുരുഷൻ സ്നേഹം കാണിച്ചാലും പെട്ടെന്ന് വീണു പോകും. അപ്പൊ അവര് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ അപ്പപ്പം റീപ്ലൈ കൊടുക്കും. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് വരയ്ക്കായിരിക്കും, തയ്ക്കായിരിക്കും, എംബ്രോയിഡറി ചെയ്യായിരിക്കും, പക്ഷെ എന്റെ ഫോൺ കയ്യിൽ വെക്കും, മെസ്സേജ് അയക്കുക, തയ്ക്കുക. കാരണം കൂടുതലും ഞാൻ ഇതിനു വേണ്ടിയ സമയം കളയണത്. എന്റെ പഠിത്തം അവിടെ കുറയാൻ തുടങ്ങി. നന്നായി പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, പഠിത്തം കുറയാൻ തുടങ്ങി. പക്ഷെ നമ്മളുടെ മൈൻഡിൽ ഇത് ലഹരി പോലെയാണ്. നമ്മൾ ഇത് തന്നെ ഫുൾ ടൈം ഫോൺ, നടക്കുമ്പോഴും ഫോണ്, ഫുഡ് കഴിക്കുമ്പോഴും ഫോണ്. കാരണം ആദ്യമായിട്ട് കിട്ടിയ വാട്സപ്പ്, ആദ്യമായിട്ടുള്ള ഒരു പ്രണയം. അപ്പൊ എന്റെ വീട്ടുകാർ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്നെ വഴക്ക് പറയുന്നുണ്ട്, ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്തതെന്ന് പറയാം. അപ്പൊ ഞാൻ പഠിക്കുകയെന്ന് പറയും. പക്ഷെ അമ്മയ്ക്ക് ഈ ചാറ്റിങ് കാര്യങ്ങളൊന്നും അറിയില്ല. ഏട്ടനറിയാം. അപ്പൊ ഏട്ടനുള്ള സമയത്ത് എനിക്കൊരു പേടിയാണ്, അവൻ എന്നെ ചീത്തയൊക്കെ പറയും, ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്തത്. അവനാണ് എനിക്ക് ഫോൺ തന്നത് ഒന്നാമത്. അപ്പോ അങ്ങനെയായി, ഫുൾ ടൈം ഫോൺ വിളി, സംസാരം ഒക്കെ ആയി. പിന്നെ ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ പോവുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്താഗതി സെക്ഷലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷെ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അയാൾ സെക്ഷലി അപ്രോച്ച് ചെയ്തു. ഇപ്പോൾ നമ്മളെ ഗേ സെക്സ് എന്നാണ് പറയാറ്. അപ്പൊ ഞാൻ ഗേ എന്നാണ് ചിന്തിച്ചത്, പുരുഷനാണല്ലോ. അപ്പൊ അയാള് പ്രൈവറ്റ് പാർട്സിലൊക്കെ പിടിക്കും, എന്നെ കൊണ്ട് അയാളുടെ പ്രൈവറ്റ് പാർട്സിലേക്ക് പിടിക്കാൻ ശ്രമിക്കും, അതായത് കൈകൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കും. അപ്പൊ ഞാൻ അത് മാറും, കാരണം എനിക്കൊരു പേടി, ആഗ്രഹം ഉണ്ടെങ്കിലും പേടി ഉണ്ടാവും. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമുക്ക് പ്രണയിക്കുന്ന സമയത്ത് സെക്ഷലി താല്പര്യങ്ങൾ കാണുമല്ലോ. എനിക്കിതിനെ കുറിച്ച് വലുതായിട്ട് അറിയില്ല, എന്നിരുന്നാലും നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഗേ പ്രണയം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഒരു പേടിയും പരിഭവവും, തെറ്റാണെന്നുള്ള ചിന്ത, മനോഭാവം, പിന്നെ ആളോടുള്ള വിശ്വാസക്കുറവ്, അങ്ങനെ കുറെ പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആള് സെക്ഷലി അപ്രോച്ച് ചെയ്തത് അയാൾ ഓറൽ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിർബന്ധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ എന്നെ ഓറൽ സെക്സ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രകടനങ്ങൾ നടത്തി. അപ്പൊ എനിക്കത് താല്പര്യമില്ലായിരുന്നു, എനിക്കത് പേടിയാണ്. കാരണം ഒന്നാമത് ഞാൻ സയൻസ് ആണ് പഠിച്ചത്, വീട്ടിൽ ഒരുപാട് വൃത്തിയാണ്. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ പ്ലേറ്റ് കഴുകിയത് വീണ്ടും കഴുകിയിട്ടേ കഴിക്കുള്ളൂ, ഒരാൾ യൂസ് ചെയ്ത സാധനങ്ങൾ യൂസ് ചെയ്യില്ല. അതുകൊണ്ട് എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്, അതായത് ഒരുപാട് വൃത്തിയായതുകൊണ്ട് അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടിയാണ്. അറപ്പ് എന്നൊക്കെ പറയില്ല, എനിക്ക് വെറുപ്പായിരുന്നു. അപ്പോൾ പുരുഷന്മാര് കഴിച്ച ഫുഡുകളൊന്നും അങ്ങനെ ഞാൻ കഴിക്കില്ല. എനിക്ക് അത്ര ഇഷ്ടമുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്തൊക്കെ കഴിക്കുമല്ലോ.
സ്ത്രീകളുടെ എനിക്ക് പ്രശ്നമില്ല, പണ്ട് മുതൽ അങ്ങനെയാണ്. പുരുഷന്മാരുടെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ കഴിച്ചത് ഞാൻ കഴിക്കില്ല, അമ്മ കഴിച്ചത് ഒക്കെ ആണെങ്കിൽ ഞാൻ കഴിക്കും. അതെനിക്ക് പണ്ട് മുതൽ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് പുരുഷന്മാരോടുള്ള ഇഷ്ടമാണ്, പക്ഷെ അത്രയും ഡീപ്പായിട്ട് ഇഷ്ടമുള്ളവരുടെ ആണെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഓറൽ സെക്സ് പറയുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്. സെക്സ് അധികം ചെയ്തിട്ടില്ല. നമുക്ക് അതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഞാൻ പിന്നെ പറയാം. ആ ഒരു സമയത്ത് എനിക്ക് അയാൾ പറയുന്ന രീതിയിൽ ഏത് തന്നെയാണെങ്കിലും പുതിയൊരു പരിചയത്തിന്റെ പുറത്താണോ അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവാണോ എന്ന് അറിയില്ല, എനിക്കൊരു പേടിയായിരുന്നു. അത് വേണോ വേണ്ടയോ തെറ്റാണോ എന്നുള്ളത് ചിന്താഗതിക്കാണ്. പിന്നെ ഇങ്ങനെ കല്യാണത്തിന് മുമ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയൊക്കെ വീട്ടിലെ അമ്മ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഞാൻ മൈൻഡിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ്. ദൈവം കോപിക്കും, അങ്ങനെ ചെറിയ ചെറിയ ചിന്തകളായിരുന്നു എനിക്ക് ആ സമയത്ത്. അതിന്റെയും ഞാൻ കുറെ കഥകൾ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ അത് സമ്മതിച്ചില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അയാൾക്കത് നിർബന്ധിച്ചിട്ട് മനസ്സിലായി, ഇത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അയാളെ വിട്ടു, എന്നിട്ട് പോയി. പക്ഷെ അയാൾക്ക് ഇനി എന്നെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് സംസാരം. അയാളെ എപ്പോഴും ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓറൽ സെക്സിനെ കുറിച്ച് തന്നെയാണ് പറയാറ്. അപ്പൊ ഞാൻ ഗൂഗിളിൽ പോയിട്ട് റിസർച്ച് ചെയ്തു, ഓറൽ സെക്സിനെ കുറിച്ച് റിസർച്ച് ചെയ്തു. അപ്പൊ നോക്കുന്ന സമയത്ത് ഫുൾ അസുഖത്തിന്റെ ഡീറ്റെയിൽസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അത് ചെയ്യാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് ആ റിസർച്ചിലൂടെ മനസ്സിലാവുന്നത്. ഞാൻ ഫുള്ള് ഗൂഗിളിൽ ഇതിനെ കുറിച്ച് തന്നെ റിസർച്ചിങ് ആയിരുന്നു. പിന്നെ ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു. അതായത് ഇങ്ങനെ ഗേ സെക്സിന്റെ കാര്യമല്ല, പൊതുവെ നോർമലി ചോദിക്കുന്ന പോലെ ഇങ്ങനെ ഓറൽ സെക്സ് ചെയ്യുന്നുണ്ടല്ലോ, അത് തെറ്റാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവനും ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി, ഇങ്ങനെയൊക്കെ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൻ്റെ അടുത്ത് ഞാൻ ഡിക്ലെയർ ചെയ്തില്ല, ഇങ്ങനെയൊക്കെ ആണെന്നുള്ളതൊന്നും ഡിക്ലെയർ ചെയ്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ ഇയാൾ എന്തായാലും കയ്യിൽ നിന്ന് പോകും, ഞാനിത് ചെയ്തില്ലെങ്കിൽ അയാൾ എന്നെ ഇട്ടിട്ട് പോകുന്നുള്ള രീതിയിലായിരുന്നു സംസാരം. അവസാനം ഞാൻ അയാളുടെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് ഇയാളെ വേണം, പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല, പേടിയാണ്. പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ, ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അയാൾക്ക് സന്തോഷമായി, വീണ്ടും മീറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് റൂം എടുക്കാം, അങ്ങോട്ട് പോവാം. അപ്പൊ എനിക്കതൊക്കെ പേടിയാണ്, എന്ന് പറഞ്ഞു. അപ്പൊ അതിന് എന്തിനാ പേടിക്കണം, നീ ആൺകുട്ടിയല്ലേ എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. കാരണം അത് പോയൊന്നും അറിയില്ല എന്നുള്ളൊരു മനോഭാവമാണ് അയാൾ പറയുന്നത്. പിന്നെ നമ്മൾ എമോഷണലി നിനക്ക് എന്നോട് സ്നേഹമില്ല, നിനക്ക് എന്നോട് പ്രണയമില്ല, ആ രീതിയിലൊക്കെ അവർ പറയും. അപ്പൊ ഞാനിങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ചാറ്റുകൾ ഞാൻ തന്നെ വായിച്ചിട്ട് കൗതുകമായിരിക്കും, ഞാനൊരു പെണ്ണിനെ പോലെയാണല്ലോ ബിഹേവ് ചെയ്യണം എന്നുള്ള ചിന്ത. എന്നിട്ട് ഞാൻ അടുത്ത് പറയുകയും ചെയ്തു, എൻ്റെ ചിന്താഗതികൾ ഞാൻ വായിക്കുമ്പോൾ ഒരു ഭാര്യയുടെ സ്നേഹം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കും അങ്ങനെയാണ് തോന്നിയത്. എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ നിന്റെ ഹസ്ബൻഡ് അല്ലേ, അപ്പൊ നീ ഇത് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ചു. അപ്പോൾ അയാൾ ഇതെല്ലാം യൂസ് ചെയ്യായിരുന്നു, പക്ഷെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ വീണ്ടും പോയി, സമ്മതിച്ച് ഞാൻ പോയി മീൻസ് റൂമിലൊന്നും പോയില്ല, യാത്ര ചെയ്തു. അപ്പോൾ ഇയാൾ ഒഴിഞ്ഞ സ്ഥലത്ത് കാറും കൊണ്ടിട്ടാണ് നിർത്തിയിട്ട് അപ്രോച്ച് ചെയ്തു. പക്ഷെ എനിക്ക് ആ സാഹചര്യത്തിൽ പിന്നെയും പേടിയായി. അപ്പൊ എനിക്ക് പറ്റില്ല, ഞാൻ തെറ്റി പറഞ്ഞു പോയി. പിന്നീട് ഞാൻ ഓക്കെ ആയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ആ സമയമാകുമ്പോൾ എനിക്ക് പേടിയായി, അയ്യോ ഇത് വേണ്ട, എനിക്കൊരു വീണ്ടും കൺഫ്യൂഷനായി. അപ്പൊ അയാൾ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അതങ്ങനെ ചാറ്റിങ്ങും കോളിങ്ങും യാത്രകളും ഒക്കെ കുറെ തുടർന്നു. പക്ഷെ ആൾക്ക് ഒന്നിലധികം ഒരുപാട് കേസുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇയാള് മുമ്പ് പോയ കാര്യങ്ങളൊക്കെ എന്നോട് പറയും. അപ്പൊ മുമ്പത്തെ പാസ്റ്റ് അല്ലേ, അത് കുഴപ്പമില്ല, കുറെ ഗേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറയും ഇത്രയും ആൾക്കാർ ഈ ലോകത്തുണ്ടോ. അപ്പൊ ഇയാളിങ്ങനെ സെക്സിന്റെ കഥകൾ പറഞ്ഞ് നമുക്ക് അതൊരു മൈൻഡിൽ അങ്ങനെ ആയി. അതായത് നമുക്ക് ചെയ്താൽ കൊള്ളാന്നുള്ളൊരു കോൺഫിഡന്റ് വരും. അയാൾ ഇങ്ങനെ കഥകൾ പറയും. പിന്നെ അവസാനം ഇയാളെ സംസാരിക്കുമ്പോൾ ഇയാളുടെ പ്രായം ഇങ്ങനെ വ്യത്യാസം വരുന്നുണ്ടായിരുന്നു. ഓരോ സമയത്ത് ഓരോ ഏജാണ്. കാരണം ഇയാളെ നുണ പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള വയസ്സ് ഓർമ്മയുണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ ഇയാളുടെ അടുത്ത് ചോദ്യം ചെയ്തു, നിങ്ങൾ അന്ന് ഇതല്ലല്ലോ ഏജ് പറഞ്ഞത്, നുണയല്ലേ പറയുന്നത് ചോദിച്ചപ്പോൾ അങ്ങനെ സത്യം അയാൾ പറഞ്ഞു, എനിക്ക് ഇത്ര വയസ്സുണ്ട്. അയാൾക്ക് സത്യത്തിൽ 39 വയസ്സുണ്ട്. അപ്പൊ ഞാനും കരുതി കഷണ്ടി ആയപ്പോ ഏജ് ഉള്ളതായിരിക്കും, അപ്പൊ എന്നെ പറ്റിച്ചതായിരിക്കും. പിന്നെ നമ്മളെ പ്രണയിച്ചൊക്കെ പോയി, എന്നെക്കാളും ഒരുപാട് വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പോ 39 അല്ല 39 വയസ്സ്, എനിക്ക് 20 വയസ്സ്. അപ്പൊ ഒരുപാടല്ലോ, കുറെ വ്യത്യാസമുണ്ട്. അപ്പൊ എന്നെ പറ്റിച്ചതാ.
ആള് ഈ ജീൻസും ഷർട്ടും ഒക്കെയാണ് ഇടുന്നത്, കഷണ്ടി ഉണ്ട്. അപ്പൊ ഒരു 10-35 പ്രായം തോന്നിക്കും. പക്ഷെ എന്നോട് പറഞ്ഞ 28. പക്ഷെ സത്യത്തിലെ ഏജ് 39. അപ്പൊ എനിക്ക് ശരി, അത് കുഴപ്പമില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, പ്രണയിച്ചു പോയി. പിന്നെ അയാള് പറഞ്ഞു എനിക്കിങ്ങനെ വിവാഹം കഴിഞ്ഞ് 2 കുട്ടിയുണ്ട്, വൈഫിൽ നിന്ന് മോറൽ സെക്സ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറെ ഗെയ്സുമായിട്ടൊക്കെ സെക്സ് ചെയ്യുന്നത്, അങ്ങനെയാണ് നിന്റെ അടുത്തും വന്നതെന്ന് അയാൾ തുറന്നു പറഞ്ഞു. അപ്പൊ എനിക്കത് വല്ലാത്ത ഷോക്കായിരുന്നു. കാരണം വൈഫ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായി. കാരണം നമ്മൾ പ്രണയിച്ച ആളെന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ അയാൾ വേറൊരാളുടെ സ്വന്തമാണോ, നമുക്കിത് സ്വന്തമാക്കാൻ പറ്റില്ല എന്നുള്ള മൈൻഡൊക്കെ ആയിരുന്നു. അന്ന് എനിക്ക് ഗേ പ്രണയം, ഗേ മാരേജ് ഇതൊന്നും അറിയില്ല. പക്ഷെ എന്ത് ചെയ്യുന്ന അറിയില്ല. പക്ഷെ ആളുടെ കൂടെ ജീവിക്കണം എന്നുള്ളൊരു മൈൻഡൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പുരുഷനാണ്, അയാളും പുരുഷനാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമായിരുന്നു. അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ശരി, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കരഞ്ഞു ഞാൻ. പിന്നെ നമുക്കത് മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ. ശരി, അത് കുഴപ്പമില്ല, ഇങ്ങനെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാന്നുള്ള മൈൻഡാണ്. നമുക്ക് വിട്ടു കളയാൻ പറ്റില്ല, നമുക്ക് ദേഷ്യം ഒന്നും വരില്ല ആ സമയത്ത്, ആളെ തുറന്ന് പറഞ്ഞല്ലോ എന്നുള്ളൊരു മൈൻഡാണ്. പിന്നെ ഇങ്ങനെ സംസാരിച്ച് ഒരു ദിവസം പിന്നെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഇയാള് പറഞ്ഞു ഇയാൾക്ക് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കുറെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറ്റമൊന്നുമില്ല. ഇങ്ങനെ 1-2 തവണ ഇങ്ങനെ സ്റ്റോൺ കഴിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനൊരു നവരംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടക ട്രൂപ്പില് ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മെയിൽ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ അവിടെ പ്രവർത്തിക്കുന്നത്. അതേസമയം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുമുണ്ട്. പിന്നെ ഓറിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലിങ്ങനെ ആയുർവേദ പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഇയാളുടെ ഈ കഥ കേട്ടപ്പോൾ അവിടെ ഇതിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഞാൻ സാറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ നല്ല പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ കരിയിച്ച് കളയാതെ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ ഹസ്ബൻഡ് ആണല്ലോ, നമുക്ക് അത്രയും സ്നേഹമാണ്. അയാളില്ലെങ്കിൽ ഞാനില്ല, അയാൾ മരിച്ചു പോകുന്നുള്ള രീതിയിലേക്കാണ്. അന്ന് കുട്ടിപ്രായം, 20 വയസ്സിൽ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ വിവരമില്ല, വലിയ നോളേജ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞാനൊരു ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഒരു മരുന്നുണ്ട്, ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർജറി ഇല്ലാതെ തന്നെ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ആളതിൽ വിശ്വസിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ സാറിനെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് ആളുടെ അടുത്ത് ബോധ്യപ്പെടുത്തി, അത് മാറും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടുപോയി മീറ്റിങ്ങിനൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പൊ അയാൾക്ക് വിശ്വാസമായി. അങ്ങനെ അയാൾ തയ്യാറായി. പിന്നെ ഞാൻ എൻ്റെ വഴി വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് ഡിസ്കൗണ്ടും കൂടി കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മെഡിസിൻ വാങ്ങി. അതായത് ഫുൾ മെഡിസിൻ വാങ്ങിച്ചില്ല, എനിക്കാവുമ്പോൾ ഹാഫ് ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ ഹാഫ് മെഡിസിൻ ഇയാൾക്ക് വേണ്ടി വാങ്ങിയിട്ട് രാത്രി കോളേജ് കഴിഞ്ഞിട്ട് 10-11 മണിക്കാണ് ഞാൻ ആളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുത്തത്. വീട്ടിൽ മീൻസ് ആളുടെ ബസ് സ്റ്റോപ്പിൽ, നെന്മാറ ബസ് സ്റ്റാൻഡിൽ ഞാൻ പോയിട്ട് കൊടുത്തു ആ രാത്രിയിൽ. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എങ്ങനെ വരുന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ടായില്ല. കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. എന്നിട്ട് എങ്ങനെയൊക്കെ ഞാൻ KSRTC ബസ്സിൽ കയറി എങ്ങനെയൊക്കെ വീടെത്തി. അന്ന് നമ്മൾ ആൺകുട്ടി ആയതുകൊണ്ട് രാത്രി 12 മണിയാണെങ്കിലും ഉള്ളിൽ പേടി ഉണ്ടെങ്കിൽ നമുക്കൊരു സേഫ്റ്റിയാണ്. ഒരു പുരുഷനാണ് കാണുന്ന സമയത്ത്. ഇപ്പൊ ഒരു രാത്രി ഇതുപോലെ ഞാൻ വരുന്ന സമയത്ത് 12 മണിക്കൊക്കെ വരുന്ന സമയത്ത് പോലീസൊക്കെ എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്, എവിടെ പോയിട്ട് വരിക. അപ്പൊ ഞാൻ കോളേജിൽ പോയിട്ട് വരിക, ഇങ്ങനെ ലേറ്റായി, എറണാകുളത്ത് നിന്നാ വരുന്നതെന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് വിടാറുണ്ട്. അതുപോലെ തന്നെ ഒരു തവണ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് പുലർച്ചെ 3 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് 4 മണി 4:45 ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. നിൽക്കുന്ന സമയത്ത് എപ്പോഴും ഈ പോലീസ് ഇങ്ങനെ റൈഡ് ഉണ്ടാവും ബസ് സ്റ്റോപ്പിൽ. അപ്പൊ ഞാനൊരു ദിവസം മൂത്രമൊഴിക്കാൻ, നമ്മൾ അന്ന് ഓപ്പണിലാണ് മൂത്രമൊഴിക്കാറ്, പുരുഷനാണല്ലോ. അപ്പൊ ഞാൻ മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ഓപ്പണിൽ പോയിട്ട് ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോലീസിനെ പിടിച്ചു. എവിടേക്കാ പോയിട്ട്? ഞാൻ പറഞ്ഞു മൂത്രമൊഴിക്കാൻ പോയതാന്ന് പറഞ്ഞു. ശരി. അപ്പൊ ആൾക്ക് സംശയമായി. രാത്രി ഇരുട്ടത്ത് പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോ വല്ല കഞ്ചാവോ കേസൊക്കെ ആയിരിക്കും, ആൺകുട്ടിയല്ലേ. അപ്പൊ ഞാനൊരു ജെർക്കിൻ ഇട്ടിട്ടുണ്ടായിരുന്നു സിബൊക്കെ ഉള്ളത്. അപ്പൊ അത് അയക്കാൻ പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം. അപ്പൊ ഞാനിങ്ങനെ അയച്ചു കാണിച്ചു. അപ്പൊ ഞാൻ എന്റെ ബാഗ് അവിടെ ഉണ്ട്, എനിക്ക് ബസ് വരുന്നുണ്ട്, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ വേറെ പോലീസുകാരന് മനസ്സിലായി, എന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഇയാള് സാധുവാണ് എന്ന് പറഞ്ഞു. അപ്പൊ വേറെ പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ പഠിക്കുകയാണ്, ക്ലാസ്സിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ശരി. പക്ഷെ അന്ന് എനിക്ക് അമ്മയുടെ നമ്പർ കൊടുക്കാനോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നമ്പർ കൊടുക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. വേറെ പോലീസുകാരെ സപ്പോർട്ട് ചെയ്തു, അല്ല കുട്ടി ചെയ്ത ബസ് എന്ന് പോയിക്കോട്ടെ. വേറെ പോലീസുകാർ എന്തോ ഒരു നമ്മളെ തീവ്രവാദി പോലെ ആണ് അവർ ക്വസ്റ്റ്യൻ ചെയ്തത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പറയുകയും ചെയ്തു. അപ്പൊ ഇനി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്റെ നമ്പർ കൊടുത്തോളൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അമ്മയുടെ നമ്പർ കൊടുത്താൽ മതിയായിരുന്നു.
അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് വിവരം ഉണ്ടായിരുന്നില്ല. വേറൊരു പോലീസുകാരൻ നല്ലൊരു പോലീസുകാരനായതുകൊണ്ട് അയച്ചു വിട്ടു. അപ്പൊ ഞാൻ പോയി ബസ് കയറി കോളേജിലേക്ക് പോയി. അപ്പോൾ ഈ മെഡിസിൻ ഞാനിങ്ങനെ വാങ്ങിക്കൊടുത്ത് എങ്ങനെയൊക്കെ വീടെത്തി. അത്രയും റിസ്ക് എടുത്തിട്ടുണ്ട്, ഇയാൾക്ക് വേണ്ടി ഞാൻ റിസ്ക് എടുത്തു. അന്ന് എനിക്കിങ്ങനെ യാത്രകളൊക്കെ അധികം കുറവാ. ഇങ്ങനെ ദൂരെ യാത്രയൊക്കെ ചെയ്യാനും ബസ് കയറി പോകാനുള്ള അറിവൊന്നുമില്ല. എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷെ അറിവില്ല. അതായത് യാത്ര ചെയ്യാനുള്ള, കൈകാര്യം ചെയ്യാനൊന്നും, എനിക്ക് മാനേജ് ചെയ്യാനൊന്നും പഠിച്ചു വരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ എന്നിട്ട് വീടൊക്കെ എത്തി. പിന്നെ ആള് ഒരു ദിവസം മെസ്സേജ് അയച്ചു, എൻ്റെ കിഡ്നിയിലെ സ്റ്റോൺ കുറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് ഹാപ്പിയായി, ആൾക്കും ഹാപ്പിയായി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ സാറിനെ വിളിച്ചു പറഞ്ഞു. പിന്നെ അയാളെ നേരിട്ട് കണ്ടു, എനിക്ക് ട്രീറ്റ് തരാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷമായി. അപ്പൊ അത് കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മെയിൽ ഐക്കൺ കൂടെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബാലൻസ് എക്സ്പീരിയൻസ് കാണാം.